+2 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 10ാമത്തെ യൂണിറ്റായ ഇക്കോളജിയുമായി ബന്ധപ്പെട്ട വിവിധ അധ്യായങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ാമത്തെ അധ്യായമാണ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. അതിൽ വരുന്ന വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പോപ്പുലേഷൻ ഗ്രോത്ത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻസ്. പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻസ് എന്നാണ് ഈ അവസാന ഭാഗത്തിന് പേര്. ഇക്കോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി ശ്രീ സുഗതകുമാരി ടീച്ചറെ നമ്മളെല്ലാവരും ഓർക്കണം. ആ പ്രിയപ്പെട്ട കവയിത്രിയുടെ വിയോഗത്തിന് മുന്നിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തുടങ്ങണം. കാരണം പ്രകൃതിയെ ഇത്രയേറെ സ്നേഹിച്ച, ബഹുമാനിച്ച, ഇഷ്ടപ്പെട്ട ഒരു കവയിത്രി വേറെയില്ല. ആ കവയിത്രി തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരത്തിൽ ഓർത്തിരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല. അഴകില്ല പൂപോൽ നിലാവു തൂകാൻ, അനുരാഗമില്ല, കണ്ണീരുമില്ല. ഇങ്ങനെ തുടങ്ങി നിരവധി കവിതകൾ മലയാളിക്ക്, ലോകത്തിന് സമ്മാനിച്ചിട്ട് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട കവയിത്രി ശ്രീ സുഗതകുമാരി ടീച്ചർക്ക് ശ്രദ്ധാഞ്ജലി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. സോ ലെറ്റ് us start population interactions. In nature, populations of different species in their habitats do not live in isolation but interact in many ways. ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവികൾക്കും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധ്യമല്ല, കഴിയില്ല. ഇപ്പോൾ നമുക്ക് മനുഷ്യൻ വിചാരിക്കണം നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സസ്യങ്ങൾ വിചാരിക്കണം സസ്യങ്ങൾ മാത്രം മതി, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ അല്ലെ ഡിഗ്രി ക്ലാസ്സിലോ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണിംഗ്? 1, ലേണിംഗ് ടു നോ, അറിയാൻ. 2, ലേണിംഗ് ടു ഡു, അറിഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ. 3, ലേണിംഗ് ടു ലീവ് ടുഗദർ, സഹവാസം, സഹവസിക്കുക, സഹജീവനം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് ഒരു ജീവജാലങ്ങൾക്കും ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധ്യമല്ല. മറ്റു ജീവികളുടെ സഹായം, പരസഹായം, പരസ്പര സഹായം ആവശ്യമാണ്. For any species, minimal requirement is one or more species on which it can feed. ഒരു സ്പീഷീസിന്, ഒരു വർഗത്തിന് ജീവിക്കണമെങ്കിൽ ഒന്നോ അതിലധികമോ മറ്റു ജീവജാലങ്ങളുടെ സഹായം ആവശ്യമാണ്. Even a plant species, ഒരു പ്ലാന്റിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. What about plants? Green plants can synthesize their own food materials. They can make their own food materials. They can prepare their own food materials. അവയ്ക്ക് അവയുടെ ആഹാരം സ്വന്തമായി നിർമ്മിക്കാൻ കഴിയും. പിന്നെ വേറെ ആരുടെ സഹായം ആവശ്യമില്ലല്ലോ, ആണോ? അല്ല. അവയ്ക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ ഓർഗാനിക് മാറ്റർ വേണം സോയിലിൽ. അതിനെ വിഘടിപ്പിക്കണം, അതിനെ ഇനോർഗാനിക് മാറ്ററാക്കി മാറ്റം, അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ഇതെല്ലാം ചെയ്യുന്നവരാണ് സോയിൽ മൈക്രോബ്സ്. അപ്പോൾ സോയിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സിന് ഇത്തരം വസ്തുക്കൾ ആഗിരണം ചെയ്യാൻ പറ്റൂ, ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹൗ വിൽ എ പ്ലാന്റ് manage pollination without an animal agent?
ഒരു ജന്തുവിൻ്റെ സാന്നിധ്യമില്ലാതെ, സഹായമില്ലാതെ ഒരു സസ്യത്തിൽ എങ്ങനെ പരാഗണം നടക്കും? നടക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ പരസ്പര സഹായം ആവശ്യമാണ്, പരസ്പര ബന്ധം ആവശ്യമാണ്. So in nature, plants, animals and microbes do not and cannot live in isolation, but interact in various ways to form a biological community. Let us discuss some interspecific interactions. So some interspecific interactions arise from the interactions of populations of two different species. അപ്പോൾ ഇൻ്റർസ്പെസിഫിക് ഇൻ്ററാക്ഷൻസ് ഉണ്ടാകുന്നത് ഇൻ്ററാക്ഷൻ ഓഫ് പോപ്പുലേഷൻസ് ഓഫ് ടു ഡിഫറെൻറ്റ് സ്പീഷീസ്. ഓർക്കുമല്ലോ. ഇനി ഈ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ബെനിഫിഷ്യൽ, ഗുണകരമാകാം, ഡെട്രിമെൻ്റൽ, ദോഷകരമാകാം, ഓർ ന്യൂട്രൽ, ഗുണമോ ദോഷമോ ഇല്ല, to one of the species or both of the species. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം. ഇൻ്റർസ്പെസിഫിക് ഇൻ്ററാക്ഷൻസ് മൂലം ബെനിഫിഷ്യൽ ആക്ടിവിറ്റി ആകാം, ദോഷകരമായ പ്രവർത്തനമാകാം, ന്യൂട്രൽ ആകാം, ഗുണമോ ദോഷമോ ഇല്ലാത്ത അവസ്ഥ ആകാം. ആർക്ക്? ഒരാൾക്കല്ലെങ്കിൽ രണ്ടുപേർക്ക്. ഇനി if the interaction is a beneficial interaction, we can give a plus symbol. Beneficial interaction ആണെങ്കിൽ നമ്മൾ എന്തോന്ന് പ്ലസ് അടയാളം കൊടുക്കും സൂചിപ്പിക്കാൻ. മൈനസ് സൈൻ ഫോർ ഡിട്രിമെൻ്റൽ, ദോഷകരമായ അവസ്ഥയാണെങ്കിൽ അടയാളം എന്താ? മൈനസ്. then what is for neutral interaction? 0. ഓർക്കണേ, എന്താണ്? പ്ലസ് സൈൻ ഫോർ ബെനിഫിഷ്യൽ ഇൻറ്ററാക്ഷൻ, മൈനസ് സൈൻ ഫോർ ഡിട്രിമെൻ്റൽ ഇൻറ്ററാക്ഷൻ ആൻഡ് 0 ഫോർ ന്യൂട്രൽ ഇൻറ്ററാക്ഷൻ. ഈ ടേബിൾ ഒന്ന് പോസിബിൾ ഔട്ട്കംസ് ഓഫ് ഇൻ്റർസ്പെസിഫിക് ഇൻറ്ററാക്ഷൻസ്, ഈ ടേബിൾ ഒന്ന് പരിശോധിക്കൂ. ഈ ടേബിൾ ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. പോസിബിൾ ഔട്ട്കംസ് ഓഫ് ഇൻ്റർസ്പെസിഫിക് ഇൻറ്ററാക്ഷൻസ്. So there are different types of interspecific interactions. പലതരത്തിലുള്ള interspecific interactions ഉണ്ട്. ഒന്ന് മ്യൂച്വലിസം. എന്താണ് മ്യൂച്വലിസം? അല്ലെങ്കിൽ സഹോപകാരിത, മലയാളം. രണ്ട് ജീവികളുണ്ട്, സ്പീഷീസ് എ ആൻഡ് സ്പീഷീസ് ബി. ബോത്ത് ആർ ബെനിഫിറ്റഡ്. ഓക്കെ, ക്ലിയർ? പ്ലസ് പ്ലസ്, രണ്ടു പേർക്കും ഗുണമാണ്, രണ്ട് പാർട്ട്നേഴ്സിനും ഗുണകരമാണ്. Then next one is competition, മത്സരം. രണ്ടു പേർക്ക് നഷ്ടമാണ്, മൈനസ് മൈനസ്. മൂന്നാമത്തെ ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ ഏതാ? പ്രിഡേഷൻ, ഇരപിടിക്കൽ. ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും, പ്ലസ് ആൻഡ് മൈനസ്. നോക്കൂ, ശ്രദ്ധിക്കൂ. Then പാരസിറ്റിസം, പരാദജീവനം. അതും അതുപോലെ തന്നെയാണ്, ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ദോഷം. Then കമൻസാലിസം, ഒരാൾക്ക് ഗുണമുണ്ട് ഒരാൾക്ക് ഗുണമോ ദോഷമോ ഇല്ല, പ്ലസ് ആൻഡ് 0. ശ്രദ്ധിക്കണേ. Then അമെൻസലിസം, ഒരാൾക്ക് ദോഷവും മറ്റൊരാൾക്ക് ഗുണമോ ദോഷമോ ഇല്ല. So the different types of interspecific interactions are mutualism, competition, predation, parasitism, commensalism and amensalism. വളരെ ചിട്ടയോടുകൂടി നിങ്ങൾ ആ അടയാളങ്ങൾ ശ്രദ്ധിക്കണം. പ്ലസ് അടയാളം എന്തിനു വേണ്ടിയാണ്? ബെനിഫിഷ്യൽ ആണ്. മൈനസ് എന്താണ്? ഡിട്രിമെൻ്റൽ ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. മ്യൂച്വലിസം. ഇൻ മ്യൂച്വലിസം മലയാളം എന്താ? സഹോപകാരിത. ബോത്ത് സ്പീഷീസ് ആർ ബെനിഫിറ്റഡ്, രണ്ടുപേർക്കും ഗുണമുണ്ട്. whereas in competition both lost benefits, രണ്ടുപേർക്കും നഷ്ടമേ ഉള്ളൂ. and we can see in parasitism, പരാദജീവനത്തിലും ഇരപിടിക്കലും, parasitism and predation, one species benefits and the other species harmed.
ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും. Whereas in commensalism, we can see one species benefited and the other species neither benefited nor harmed. എന്ന് വെച്ചാൽ എന്താ? ഗുണമോ ദോഷമോ ഇല്ല. ഒരാൾക്ക് ഗുണം, മറ്റൊരാൾക്ക് ഗുണമോ ദോഷമോ ഇല്ല. Then what is about commensalism? One species is harmed. ഒരാൾക്ക് ദോഷം and the other species is unaffected. പ്രശ്നമേ അല്ല. മറ്റേ സ്പീഷീസിന് ഇതൊന്ന് ഈ സംഭവം പ്രശ്നമേ അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ. വിവിധങ്ങളായിട്ടുള്ള ഇൻ്റർ സ്പെസിഫിക് ഇൻറ്ററാക്ഷൻസ് ഏതെല്ലാമാണെന്ന് ഓർത്ത് നോക്കൂ. Then we can discuss predation in a greater detail. Predation, ഇരപിടിക്കൽ, വളരെ നിസ്സാരമായ ഒരു സംഭവം, രസകരമായ ഒരു ഏരിയയാണ്. ഈ ഭാഗങ്ങളൊക്കെ വളരെ ഒരു പ്രയാസമില്ല, നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി നമുക്ക് പഠിക്കാൻ പറ്റും, ഓർക്കാൻ പറ്റും, അറിയാൻ പറ്റും. പ്രിഡേഷൻ, ഇരപിടിക്കൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സസ്യങ്ങളെ ആനിമൽസ് കഴിക്കുന്നില്ല, സസ്യങ്ങളെ ജന്തുക്കൾ കഴിക്കുന്നില്ല. എന്ത് സംഭവിക്കും? പശു പുല്ല് തിന്നുന്നില്ല, ആട് മേയുന്നില്ല, മാന് ഒന്നും കഴിക്കുന്നില്ല, പുൽവർഗ്ഗങ്ങളൊന്നും കഴിക്കുന്നില്ല. എന്തു സംഭവിക്കും? എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഈസ് സൺ. ഊർജ്ജത്തിൻ്റെ ഒരേ ഒരു ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. അവിടെ മാത്രമേ ഊർജ്ജമുള്ളൂ. ഫ്രം ദ സൺ light energy can be absorbed by the green plants only. സൂര്യനിൽ നിന്ന് പ്രകാശോർജ്ജം ആഗിരണം ചെയ്യാൻ കഴിവുള്ളത് ആർക്ക് മാത്രമാണ്? ഗ്രീൻ പ്ലാന്റ്സിനാണ്. അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ഒരേ ഒരു ഉറവിടത്തിൽ നിന്ന് പ്രകാശോർജ്ജത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു വിഭാഗം ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരിതസസ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഹരിതസസ്യങ്ങളിൽ വരെ ഊർജ്ജമെത്തി. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഈ സസ്യങ്ങളെ ജന്തുക്കൾ കഴിക്കുന്നില്ല. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ഊർജം അടുത്ത ട്രോഫിക് തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്ത അവസ്ഥ വരും, അല്ലേ? സോ തിങ്ക് അബൌട്ട് ഇതൊന്ന്. പ്രിഡേഷൻ ഈസ് എ നാച്ചുറൽ വേ ഓഫ് ട്രാൻസ്ഫറിങ് എനർജി ഇൻ ടു ഹയർ ട്രോഫിക് ലെവൽസ്. ഉയർന്ന ട്രോഫിക് തലങ്ങളിലേക്ക് ഊർജത്തെ കൈമാറ്റം ചെയ്യാനുള്ള ഒരു പ്രവർത്തനം കൂടി നടക്കുകയാണ്. എവിടെ? ഡ്യൂറിങ് പ്രിഡേഷൻ. നോക്കൂ, കടുവ മാനിനെ പിടിക്കുന്നു. മാൻ എന്താ കഴിക്കുക? പുല്ലും പുൽവർഗ്ഗങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ പുല്ലിലുണ്ടായിരുന്ന എനർജി ആർക്ക് കിട്ടി? മാനിന് കിട്ടി, ഡിയറിന് കിട്ടി. ഡിയറിനെ ആര് കഴിച്ചു? ടൈഗർ കഴിച്ചു. അപ്പോഴാണ് ടൈഗറിന് എന്ത് കിട്ടുന്നത്? സൂര്യനിലുണ്ടായിരുന്ന എനർജി ഇൻഡയറക്റ്റായിട്ട് ടൈഗറിലേക്ക് എത്തുന്നു, അടുത്ത ട്രോഫിക് തലത്തിലേക്ക് എത്തുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പ്രിഡേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ വേ ഓഫ് ട്രാൻസ്ഫറിങ് എനർജി ഇൻ ടു ഹയർ ട്രോഫിക് ലെവൽസ്. ഉയർന്ന ട്രോഫിക് തലങ്ങളിലേക്ക് ഊർജത്തെ കൈമാറ്റം ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് പ്രിഡേഷൻ അല്ലെങ്കിൽ ഇരപിടിക്കൽ എന്ന് പറയുന്ന പ്രവർത്തനം. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ബട്ട് എ സ്പാരോ ഈറ്റിംഗ് എ സീഡ് ഈസ് നോ ലെസ് എ പ്രിഡേറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ശാന്തമായി ആലോചിച്ച് നോക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാന്റ്സ് ഈറ്റിംഗ് ആനിമൽസ് ആർ യൂഷ്വലി കാൾഡ് ഹെർബിവോർസ്. യു നോ ഇറ്റ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഈറ്റിംഗ് ആനിമൽസ് ആർ കാൾഡ് ഹെർബിവോർസ്. പ്ലാന്റ്സിനെ കഴിക്കുന്ന ആനിമൽസിനെ പറയുന്ന പേരാണ് ഇതൊന്ന് ഹെർബിവോർസ്. ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് നോക്കുക. So let us examine what are the various roles, what are the important roles of predators in the ecosystem. Predators have some vital roles in the ecosystem. ആവാസ വ്യവസ്ഥയിൽ ധാരാളം ധർമ്മങ്ങളുണ്ട്. ആർക്ക്? പ്രിഡേറ്റേഴ്സ്. ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ കീപ് പ്രേ പോപ്പുലേഷൻസ് അണ്ടർ കൺട്രോൾ. പ്രിഡേറ്റർ എന്ന് വെച്ചാൽ ഇരപിടിക്കുകയാണ്.
ഇരകളുടെ എണ്ണം നിയന്ത്രിക്കുന്നു, അവയുടെ പോപ്പുലേഷൻ, അവരുടെ എണ്ണം നിയന്ത്രിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇരകളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കഴിഞ്ഞാൽ പ്രെഡേഷൻ നടക്കുന്നില്ല, ഇരകളുടെ എണ്ണം കൂടുന്നു. ഇക്കോസിസ്റ്റത്തിന് എന്ത് സംഭവിക്കും? ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും? ആവാസ വ്യവസ്ഥ ബിക്കംസ് ഇൻസ്റ്റേബിൾ, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. അപ്പം അത് നിയന്ത്രിക്കുന്നത് ആവാസ വ്യവസ്ഥയിൽ ഇരകളുടെ എണ്ണം കൂടാതെ അത് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഏതുകൊണ്ടാണ്? പ്രിഡേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ അഗ്രികൾച്ചറൽ പെസ്റ്റ് കൺട്രോൾ. കാർഷിക രംഗത്ത് കീടനിയന്ത്രണം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഓൺ ദ എബിലിറ്റി ഓഫ് ദ പ്രെഡേറ്റർ ടു റെഗുലേറ്റ് പ്രേ പോപ്പുലേഷൻ. ഈ പ്രേ പോപ്പുലേഷൻ്റെ എണ്ണത്തെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? ഏത് പ്രവർത്തനത്തിന് കഴിയുന്നു? പ്രെഡേഷന് കഴിയുന്നു, അല്ലെങ്കിൽ പ്രെഡേറ്റേഴ്സിന് കഴിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, predators also help in maintaining species diversity in a community by reducing the intensity of competition among competing prey species. Once again, അല്പം സ്പീഡ് കൂടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? Predators also help in maintaining species diversity in a community by reducing the intensity of competition among competing prey species. ഇരകൾ തമ്മിൽ മത്സരമുണ്ട്. അപ്പോൾ ആ ഇരകളെ നിയന്ത്രിക്കുന്ന ആരാണ്? പ്രെഡേറ്റേഴ്സാണ്. അവർ തമ്മിലുള്ള മത്സരം നിയന്ത്രിച്ച്, അവരുടെ എണ്ണം നിയന്ത്രിച്ച് ആ ആവാസ വ്യവസ്ഥയിൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതും ആരാണ്? പ്രെഡേറ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി രസകരമായ മറ്റൊരു കാര്യം, if a predator is too efficient and overexploits its prey and then the prey becomes extinct. എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രിഡേറ്റർ ശക്തിമാനാണെങ്കിൽ, വളരെ കഴിവുള്ള ആളാണെങ്കിൽ, വളരെ ശേഷിയുള്ള ആളാണെങ്കിൽ, ശേഷിയുള്ള ഓർഗാനിസം ആണെങ്കിൽ, ഓവർ എക്സ്പ്ലോയിറ്റ്സ് പ്രേ, മുഴുവൻ പ്രേ ഇരകളെയും എന്ത് ചെയ്യും? തിന്നും. ഇത് സംഭവിക്കും അവസാനം പ്രേ ബിക്കംസ് എക്സ്റ്റിൻറ്റ്. ഇര എന്ത് ചെയ്യും? എൻഡേഞ്ചേർഡ് ആകും, വംശനാശം സംഭവിക്കും. അതിൻ്റെ കൂടെ ഓർക്കേണ്ട കാര്യം, the predator also become extinct due to the shortage of, due to the lack of food, due to the absence of food. പക്ഷേ പ്രെഡേറ്റർ അവിടെ വളരെ ബുദ്ധിപരമായിട്ടാണ് ജീവിക്കുന്നത്. So we have to think that the predators are the organisms that are prudent in nature. വളരെ വിവേകത്തോടുകൂടി ബുദ്ധിപരമായി ചിന്തിച്ച് തീരുമാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജീവികളാണ് പ്രിഡേറ്റേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, യു നോ, പ്രേ സ്പീഷീസ് ഹാവ് മെനി ഡിഫെൻസസ് ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് പ്രെഡേഷൻ. ഈ പ്രേ സ്പീഷീസിന് നിരവധി ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഈ ഇരപിടിക്കലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു നല്ല ഉദാഹരണമാണ്, സം സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഫ്രോഗ്സ് ആർ ക്രിപ്റ്റിക്കലി കളേർഡ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രിപ്റ്റിക്കലി കളേർഡ് എന്ന് പറഞ്ഞാൽ ക്യാമോഫ്ലാഷ്ഡ് എന്ന് പറയും. അഥവാ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവയുടെ നിറം. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? പെട്ടെന്ന് പ്രിഡേറ്റേഴ്സ് അവരെ തിരിച്ചറിയത്തില്ല. ടു അവോയ്ഡ് ബീയിങ് ഡിറ്റക്റ്റഡ് ഒന്ന് ഈസിലി ബൈ ദ പ്രിഡേറ്റേഴ്സ്. അപ്പോൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും അവയുടെ നിറം. അപ്പോൾ ഇരപടി ഈ പ്രിഡേറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റില്ല. Some are poisonous and avoided by the predators. ചിലർ വിഷാംശമുള്ളവരായിരിക്കും, അപ്പോൾ അവരെ എന്ത് ചെയ്യില്ല? പിടിക്കില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, മൊണാർക്ക് ബട്ടർഫ്ലൈ ഈസ് ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ ടു ഇറ്റ്സ് പ്രെഡേറ്റർ. മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അരുചിയുള്ളതാണ്. അതിൻ്റെ പ്രെഡേറ്റർ എന്ന് വെച്ചാൽ ഒരു തരം പക്ഷിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരുചി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഡിസ്റ്റേസ്റ്റ്ഫുൾ ആകാൻ കാരണം ബിക്കോസ് ഓഫ് എ സ്പെഷ്യൽ കെമിക്കൽ പ്രസൻറ്റ്
in its body. അതുകൊണ്ടാണ് ഇത് ഈ ടേസ്റ്റ് ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ പല ഡിഫൻസ് മാർഗങ്ങളും പ്രതിരോധ മാർഗങ്ങളുമുണ്ട് ഈ ഇരപിടിക്കലിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് ജന്തുക്കൾ. What about the case of plants? For plants, herbivores are the predators. സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം herbivores ആണ് predators. Nearly or closely or about or approximately 25% of insects are phytophagous. ആ ടേം ഓർത്തിരിക്കണം. എന്താണ് phytophagous? എന്ന് വെച്ചാൽ എന്തുവാ? ഫീഡിങ് ഓൺ പ്ലാന്റ് സാപ്പ് ആൻഡ് അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ കറകളും മറ്റ് മാർദ്ദവമുള്ള ഭാഗങ്ങളുമൊക്കെ കഴിക്കുന്ന ജീവികളാണ്. 25% ഓഫ് ഇൻസെക്ട്സ് ആർ ഫൈറ്റോഫാഗസ്. ഫൈറ്റോഫാഗസ് എന്താണ്? സസ്യങ്ങളുടെ കറ. ഫീഡിങ് ഓൺ പ്ലാന്റ് സാപ്പ് ആൻഡ് അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ആ ടേം ഓർത്തിരിക്കുക. അപ്പോൾ ഫോർ പ്ലാന്റ്സ് herbivores are the predators. So remember, in the case of predation, the problem of plants is very severe than animals. ഈ ഇരപിടിക്കൽ എന്ന് പറയുന്ന പ്രക്രിയയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുക്കളേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാണ്? സസ്യങ്ങളാണ്. എന്താ കാര്യം? ജന്തുക്കൾക്കാണെങ്കിൽ ഒരിടത്തു നിന്ന് ഓടി മാറാം. സസ്യങ്ങൾക്ക് ഓടി മാറാൻ പറ്റുമോ? നിന്ന് കരയാൻ പറ്റുമോ? നിന്ന് വിളിക്കാൻ പറ്റുമോ? So because they cannot run away from their predators. സസ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? cannot run away from their predators. അതുകൊണ്ട് തന്നെ so plants have many morphological and chemical defenses against herbivores. അപ്പോൾ ഈ ഹെർബിവോഴ്സിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി സസ്യങ്ങളിൽ സ്വാഭാവികമായ ചില അനുകൂലനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, തോൺസ് ഓഫ് അക്കേഷ്യ ആൻഡ് കാക്ടസ്. കള്ളിമുൾ ചെടിയിലും അക്കേഷ്യയിലും കാണപ്പെടുന്ന മുള്ളുകൾ ഉദാഹരണമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. Many plants produce and store chemicals that inhibit or even kill the herbivores. ചില പ്ലാന്റ്സിൽ ചില കെമിക്കൽസ്, രാസവസ്തുക്കൾ ഉണ്ടാകും. അത് ഈ ഹെർബിവോഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെറുക്കുകയോ ഈവൻ ഇല്ലാതാക്കുകയോ ചെയ്യും, കൊല്ലുകയോ ചെയ്യും. Another example is calotropis growing in abandoned fields. calotropis എന്ന് പറയുന്ന ചെടി growing in abandoned field എന്ന് വെച്ചാൽ ഓൾഡ് ഫീൽഡ്. ഫോൾബെറി നേരത്തെ കൾട്ടിവേഷൻ ഉണ്ടായിരുന്ന ഫീൽഡാണ്. നേരത്തെ കൾട്ടിവേഷൻ, കൃഷി നടന്നിട്ടുള്ള സ്ഥലമാണ്. ഈ ചെടിയുടെ പ്രത്യേകത വെച്ചാൽ എന്താണെന്നറിയോ? ഇറ്റ് പ്രൊഡ്യൂസസ് ഹൈലി പോയ്സണസ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. ഈ ചെടി ഒരുതരം മാരകമായ വിഷവസ്തു പ്രൊഡ്യൂസ് ചെയ്യും. കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. So the cattle and goat never browse these plants. അതുകൊണ്ട് തന്നെ ഈ ചെടിയെ എന്ത് ചെയ്യില്ല? ഈ കന്നുകാലികൾ കഴിക്കില്ല, ഭക്ഷിക്കില്ല. You know, some other plants produce substances like nicotine. നിക്കോട്ടിയാന ടുബാക്കം എന്ന് പറഞ്ഞ ചെടി, പുകയില ചെടി, അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വസ്തുവാണ് കഫീൻ. കാപ്പിയിൽ നിന്നുണ്ടാകുന്ന, കാപ്പിയില്ലേ നമ്മൾ കുടിക്കുന്ന കാപ്പി, അതിൽ കാണപ്പെടുന്ന ഒരുതരം രാസവസ്തുവാണ്. ക്യുനൈൻ വേറൊരു തരം കെമിക്കലാണ്, ഇതേപോലുള്ള കെമിക്കലാണ്. സ്ട്രിക്കിനിൻ, കാഞ്ഞിരം കേട്ടിട്ടുണ്ടല്ലോ, കാഞ്ഞിരം കുരു, കാഞ്ഞിരത്തിൽ നിന്ന് ഉണ്ടാകുന്ന സാധനമാണ്. ഒപ്പിയം, കറുപ്പ്. ഓൾ ദീസ് ആർ ആൽക്കലോയിഡ്സ്. അതെ, നിക്കോട്ടിൻ, കഫീൻ, ക്യുനൈൻ, സ്ട്രിക്കിനിൻ, ഓപ്പിയം എക്സെട്ര ആർ ആൽക്കലോയിഡ്സ്. ചെടികളിൽ ഉണ്ടാകുന്നു. ഈ ആൽക്കലോയിഡ്സ് കൊണ്ട് ചെടികൾക്കൊരു ഗുണവുമില്ല. ഇങ്ങനൊരു ഗുണമുണ്ട്. ഏത് ഗുണം? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി എന്താ ഈ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ എന്ത്? Can you say what is an alkaloid? Please. Alkaloids are nitrogenous waste products of plants. പറഞ്ഞതുപോലെ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രോജിനസ്
waste products of plants and these substances defensed against grazers and browsers. ഈ മേയുന്നവരെ, ഈ പ്രെഡേറ്റേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ വേണ്ടി സസ്യങ്ങളുണ്ടാകുന്ന ഒരു വിഭാഗം വസ്തുക്കളാണ്, കെമിക്കൽസ് ആണ്, ആൽക്കലോയിഡ്സ് ആണ്, നിക്കോട്ടിൻ, കഫീൻ, ക്യുനൈൻ, സ്ട്രിക്കിനിൻ, ഒപ്പിയം തുടങ്ങിയവ എന്നുള്ള വസ്തുതയും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇൻ്റർ സ്പെസിഫിക് ഇൻ്ററാക്ഷൻസ് ആണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ വിശദമായി ചർച്ച ചെയ്തത് പ്രെഡേഷനാണ്. അതുമായി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ഒരു ചെറിയ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയാണ്. അത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അധ്യാപകരുമായി ചർച്ച ചെയ്ത് എഴുതണം. ഡിസ്കസ് predation briefly with examples. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.